ജാവയിലെ സ്ട്രിംഗ്സ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് സ്ട്രിംഗ്സ് സൃഷ്ടിക്കുന്നത്, സ്ട്രിംഗ്സ് ചേർക്കുന്നത്, ലോവർ കേസിലേക്കും അപ്പർ കേസിലേക്കും മാറ്റുന്നത് പോലുള്ള അടിസ്ഥാന സ്ട്രിംഗ് ഓപ്പറേഷൻസ്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 1110, ജെഡികെ 1.6, എക്ലിപ്സ് 3.7. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ജാവയിലെ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ജാവയിലെ സ്ട്രിംഗ് എന്നത് ക്യാരക്ടേഴ്സിന്റെ ഒരു കൂട്ടമാണ്. സ്ട്രിംഗ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എക്ലിപ്സിലേക്ക് പോകാം. ഇവിടെ എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡിന് വേണ്ടിയുള്ള ഘടനയും ഉണ്ട്. സ്ട്രിംഗ് ഡെമോ ക്ലാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്. മെയിൻ മെത്തോഡിനുള്ളിൽ ടൈപ്പ് ചെയ്യുക ചാർ സ്റ്റാർ ഈക്വൽ ടു സിംഗിൾ quotesനുള്ളിൽ ആസ്റ്ററിസ്ക്. ഈ സ്റ്റേറ്റ്മെന്റ് ചാർ ടൈപ്പിലുള്ള സ്റ്റാർ എന്ന വേരിയബിൾ സൃഷ്ടിക്കുന്നു. ഇതിന് ഒരു ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. കുറച്ചു ക്യാരക്ടർസ് ചേർത്ത് ഒരു വാക്ക് പ്രിന്റ് ചെയ്യാം. ചാർ ലൈൻ നീക്കം ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക ചാർ C1 ഈക്വൽ ടു സിംഗിൾ quotesനുള്ളിൽ C. ചാർ C2 ഈക്വൽ ടു സിംഗിൾ quotesനുള്ളിൽ A. ചാർ C3 ഈക്വൽ ടു സിംഗിൾ quotesനുള്ളിൽ R. കാർ എന്ന വാക്കിന് വേണ്ടി 3 ക്യാരക്ടർസ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ വാക്ക് പ്രിന്റ് ചെയ്യാനായി ഇവ ഉപയോഗിക്കാം. ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് C1. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് C2. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് C3. പ്രിന്റ് lന് പകരം പ്രിന്റ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ഇത് എല്ലാ ക്യാരക്ടർസും ഒരു വരിയിൽ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് പ്രതീക്ഷിച്ച പോലെയാണെന്ന് കാണാം. ഈ രീതിയിൽ ഒരു വാക്ക് പ്രിന്റ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ, സൃഷ്ടിക്കാൻ പറ്റില്ല. ഒരു വാക്ക് സൃഷ്ടിക്കുന്നതിനായി സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നു. ഇത് ശ്രമിച്ചു നോക്കാം. മെയിൻ മെത്തോഡിനുള്ളിലുള്ളതെല്ലാം നീക്കം ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക സ്ട്രിംഗ് ഗ്രീറ്റ് ഈക്വൽ ടു ഹെല്ലോ ലർണർ. ശ്രദ്ധിക്കുക, സ്ട്രിംഗിലെ S അപ്പർ കേസിലാണ്. ഡെലിമിറ്റേഴ്സ് ആയി സിംഗിൾ quotesന് പകരം ഡബിൾ ക്വോട്ട്സ് ഉപയോഗിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് സ്ട്രിംഗ് ടൈപ്പിലുള്ള ഗ്രീറ്റ് എന്ന വേരിയബിൾ സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ഈ സന്ദേശം പ്രിന്റ് ചെയ്യട്ടെ. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഗ്രീറ്റ്. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. സന്ദേശം വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നതും പ്രിന്റ് ചെയ്യുന്നതും കാണാം. ജാവയിൽ സ്ട്രിംഗ്സ് കൂട്ടിച്ചേർക്കാനും കഴിയും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഈ സന്ദേശത്തിൽ നിന്ന് ലേണർ നീക്കം ചെയ്യുന്നു. പേര് മറ്റൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. സ്ട്രിംഗ് നെയിം ഈക്വൽ ടു ജാവ. സന്ദേശം ഉണ്ടാക്കുവാനായി ഈ സ്ട്രിംഗ്സ് കൂട്ടിച്ചേർക്കാം. സ്ട്രിംഗ് MSG ഈക്വൽ ടു ഗ്രീറ്റ് പ്ലസ് നെയിം. പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലെ ഗ്രീറ്റിന് പകരം MSG ഉപയോഗിക്കുക. println MSG. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് അഭിവാദ്യവും പേരും ഉൾക്കൊള്ളുന്നത് കാണാം.
പക്ഷേ ഇവിടെ അവയെ വേർതിരിക്കാൻ സ്പേസ് കാണുന്നില്ല. അതിനാൽ ഒരു സ്പേസ് ക്യാരക്ടർ സൃഷ്ടിക്കാം. ചാർ സ്പേസ് ഇക്വൽ ടു സിംഗിൾ quotesൽ സ്പേസ്. വ്യക്തമാക്കുന്നതിന് വേണ്ടി വേരിയബിളിന്റെ പേരിനായി വലിയ അക്ഷരങ്ങളാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ സന്ദേശത്തിൽ സ്പേസ് ചേർക്കാം. ഗ്രീറ്റ് പ്ലസ് സ്പേസ് പ്ലസ് നെയിം. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യാം. ഇപ്പോൾ ഔട്ട്പുട്ട് വ്യക്തവും പ്രതീക്ഷിച്ചതുപോലെയുമാണ്. ചില സ്ട്രിംഗ് ഓപ്പറേഷൻസ് പരിശോധിക്കാം. ഹെല്ലോ, ജാവ എന്നീ വാക്കുകളിലെ ചില അക്ഷരങ്ങൾ അപ്പർ കേസിലേക്ക് മാറ്റുന്നു. പലപ്പോഴും യൂസേഴ്സ് ഇൻപുട്ട് നൽകുമ്പോൾ ഇതുപോലെ മിക്സ്ഡ് കേസിലുള്ള മൂല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഔട്ട്പുട്ട് കാണാനായി ഫയൽ റൺ ചെയ്യാം. ഔട്ട്പുട്ടിന് വൃത്തിയില്ല എന്ന് കാണാം. ഇൻപുട്ട് വൃത്തിയാക്കാനായി സ്ട്രിംഗ് മെത്തോട് ഉപയോഗിക്കാം. ടൈപ്പ് ചെയ്യുക ഗ്രീറ്റ് ഈക്വൽ ടു ഗ്രീറ്റ് ഡോട്ട് ടു ലോവർ കേസ്. ഈ സ്റ്റേറ്റ്മെന്റ് സ്ട്രിംഗ് ഗ്രീറ്റിലെ ഓരോ ക്യാരക്ടറും ലോവർ കേസിലേക്ക് മാറ്റുന്നു. നെയിം ഈക്വൽ ടു നെയിം ഡോട്ട് ടു അപ്പർ കേസ്. ഈ സ്റ്റേറ്റ്മെന്റ് സ്ട്രിംഗ് നെയിമിലെ ഓരോ ക്യാരക്ടറും അപ്പർ കേസിലേക്ക് മാറ്റുന്നു. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. സ്ട്രിംഗ് മെത്തോഡ്സ് ഉപയോഗിച്ചപ്പോൾ ഔട്ട്പുട്ടിന് വൃത്തി വന്നത് കാണാം. ഇങ്ങനെയാണ് സ്ട്രിംഗ് സൃഷ്ടിക്കുന്നതും സ്ട്രിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നതും. വേറെയും സ്ട്രിംഗ് മെത്തോഡ്സ് ഉണ്ട്. കൂടുതൽ പ്രയാസമുള്ള തലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അവ പരിശോധിക്കാം. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് സ്ട്രിംഗ്സ് സൃഷ്ടിക്കുന്നത്, സ്ട്രിംഗ്സ് കൂട്ടിച്ചേർക്കുന്നത്, ലോവർ കേസിലേക്കും അപ്പർ കേസിലേക്കും മാറ്റുന്നത് പോലുള്ള സ്ട്രിംഗ് ഓപ്പറേഷൻസ്. ഒരു അസൈൻമെന്റ്: ജാവയിലെ സ്ട്രിംഗ്സിന്റെ കോൺകാറ്റ് മെത്തോഡിനെ കുറിച്ച് വായിക്കുക. സ്ട്രിംഗ്സ് കൂട്ടിച്ചേർക്കുന്നതിൽ നിന്നും ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.